നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യ സന്ദർശിക്കവേ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാക്കണം എന്ന ഒരു ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയിലുള്ള സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ തലവനായ ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഗുർബച്ചൻ സിംഗ് പന്നൂൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അയോധ്യയിലെ മുസ്ലിങ്ങളോടാണ്. മുസ്ലിം സഹോദരങ്ങൾ മോദിയുടെ റോഡ് ഷോയെ ആക്രമിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം പന്നൂന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അയോധ്യയിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ അയോധ്യയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് ഏജൻസികളുടെ കൃത്യമായ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെയാണ് ഓരോ പ്രദേശത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഇതിനോടനുബന്ധിച്ചുള്ള വിശദമായ വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിൽ എത്തവേ ഒരു സംഘാടകന്റെ റോൾ കൂടി ഏറ്റെടുക്കും. അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തിയ ശേഷം മാത്രമേ അവിടെ നിന്ന് പോകൂ. അതിനോടൊപ്പം തന്നെ ഏകദേശം 15,700 കോടി രൂപയുടെ പദ്ധതികൾ കൂടി അയോധ്യയ്ക്ക് അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് സമർപ്പിക്കുകയും ചെയ്യും. നിലവിൽ ഈ പന്നൂന്റെ ഒരു ഭീഷണിയുള്ള സാഹചര്യത്തിൽ കനത്ത സുരക്ഷ തന്നെയാണ് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.